നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. സിനിമയ്ക്കൊപ്പം നമുക്ക് IPL ക്രിക്കറ്റ് കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? കാരണം ക്രിക്കറ്റും ഫുട്ബോളും നമുക്ക് ഭയങ്കര ക്രേസാണ്. പ്രത്യേകിച്ച് IPL വരുമ്പം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പൂരം തന്നെയാണ്. അന്നേരം ഈ വട്ടം ഒരുപാട് പ്രത്യേകത ഉള്ള IPL ആണ്. പ്രത്യേകിച്ചും മുംബൈയിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഹർദിക് പാണ്ഡ്യ ആകുന്നു. ചെന്നൈയിൽ ധോനി മാറി അടുത്ത ഗേക്വാദ് വരുന്നു. അടുത്ത വർഷം ഇവർ രണ്ടുപേരും ടീമിൽ, രോഹിത് ശർമ്മയും ധോനിയും ടീമിൽ കാണുന്നുള്ള തന്നെ സംശയമാണ്. കാരണം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ റിട്ടയർ ആകാനുള്ള ചാൻസ് വളരെ കൂടുന്നു. അതുപോലെ വേൾഡ് കപ്പ് നമ്മുടെ 2020 നടക്കാനിരിക്കെ കോഹ്ലി ടീമിലെടുക്കാൻ, അതായത് നമ്മുടെ ഇന്ത്യൻ ടീമിലെടുക്കാൻ വലിയ കഷ്ടപ്പെടുന്ന ധോനി എങ്ങനെ RCBക്ക് വേണ്ടി കളിക്കുന്നു. അപ്പോൾ ഭയങ്കര ഫാൻസ് ഉള്ള 3 ടീമുകളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുംബൈയും ചെന്നൈയും RCB, പിന്നീട് രാജസ്ഥാൻ റോയൽസും ഗുജറാത്തും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്ന അല്ലെങ്കിൽ ഫാൻസ് കൂടുതലുള്ളത്, ടിക്കറ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതൊക്കെ ഈ 3 ടീമുകളുടെയാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ ചർച്ചയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമുകൾ ആരാണ്? മുംബൈ ആണോ, ചെന്നൈ ആണോ, RCB ആണോ, രാജസ്ഥാൻ റോയൽസ് ആണോ, ഏത് ഗുജറാത്ത് ടൈറ്റൻസ് ആണോ, ആരാണ് ഈ വട്ടം കപ്പ് നേടുന്നത്? ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം ആരായിരിക്കാം? സൂര്യകുമാർ യാദവ് ആണോ? കാരണം പുള്ളി 20 സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ അല്ലെങ്കിൽ കോഹ്ലിയാണോ? നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്നും. പിന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ആരായിരിക്കാം? ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആരായിരിക്കാം? ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. നമുക്ക് നല്ല കളികൾ നമുക്ക് ചർച്ച ചെയ്യാം. റിവ്യൂവിൽ നമുക്കെല്ലാം ഉൾപ്പെടുത്താം. ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഉൾപ്പെടുത്താം. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള ചെറിയ വീഡിയോസായിട്ട് നല്ല കാര്യങ്ങൾ ഓരോ കളികൾ കഴിയുമ്പോൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അന്നേരം ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള വീഡിയോ നമുക്കിടാം. ഇന്നത്തെ കളി വളരെ പ്രധാനപ്പെട്ട കളിയുമാണ് താനും. ചെന്നൈയും RCBയുമാണ്. അന്നേരം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിജയം നേടിയിരിക്കുന്ന ഇതുവരെയും അതിനകത്ത് ചെന്നൈയാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഏത് ടീമിൻ്റെ ഭാഗമാണ്, ഏത് ടീം ജയിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടാൽ നമുക്കും പതുക്കെ ഒരു IPL തുടങ്ങാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.